ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പേജ് മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് പേജ് മേക്കറിൻ്റെ ഒരു പാർട്ട് 6 വരെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ആദ്യം കാണുക. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ പുതുതായിട്ടൊരു കമാൻഡ് പറയാം. ഇതിൽ നമുക്ക് കോളംസ് ഒക്കെ പല അലൈൻമെൻറ്റിലാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് കോളംസിനെ ഏകദേശം ഒരു അളവിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു കമാൻഡ് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ കോളംസ് ഒക്കെ കയറി ഇതിൻ്റെ മാറ്റർ ഇവിടം വരെ ഉള്ളൂ, ഇതിവിടം വരെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏകദേശം ഇതിനെ ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ കോളംസ് ഇങ്ങനെ ഈ ആരോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു. ദെൻ യൂട്ടിലിറ്റീസ് പ്ലഗിൻസിനകത്ത് ബാലൻസ് കോളം എടുക്കുന്നു. ബാലൻസ് കോളത്തിനകത്ത് ഞാൻ ബോട്ടം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, നേരത്തെ കുറച്ച് കയറി കുറച്ച് കോളത്തിൽ ഇറങ്ങിയൊക്കെ കിടന്നിരുന്ന ആ മാറ്റർ ഇപ്പോൾ അത് ഏകദേശം ഒരേ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളംസിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണ് യൂട്ടിലിറ്റീസിനകത്തെ പ്ലഗിൻസ് ബാലൻസ് കോളംസ്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ കണ്ടിട്ട് എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ ഉണ്ടോ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ലൈനുകൾ ഇങ്ങനെ നമുക്ക് കിട്ടും, ഇങ്ങനെ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടം പോലെ ലൈനുകൾ ഇങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ചില വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് അലൈൻമെൻറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മൗസ് പോയിൻ്റർ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നാൽ നമുക്കിവിടെ ഇങ്ങനെ അതിനെ തിരിച്ച് നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കാനായിട്ടും സാധിക്കും. ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കാനായിട്ടും സാധിക്കും. ഇനി അടുത്ത ഒരു കമാൻഡ്, ഇപ്പോൾ ഈ അഡോബ് എന്നതിൻ്റെ വലിയൊരു ഡ്രോപ്പ് ക്യാം, അതായത് വലിയൊരു ലെറ്റർ നിങ്ങൾ ചില മാഗസിനുകളിലൊക്കെ ചിലപ്പോഴാണ് കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ലെറ്റർ ഒരു 4-5 ലൈനുകളെ കവർ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അതിന് പറയുന്നത് ഡ്രോപ്പ് ക്യാപ്പ് എന്നാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അതിന് യൂട്ടിലിറ്റീസിനകത്തെ പ്ലഗിൻസ് അതിനകത്ത് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന കമാൻഡ് എടുത്തിട്ട് നമുക്ക് എത്ര ലൈന് തന്നെയാണ് ഇത് കവർ ചെയ്ത് നിൽക്കേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാം. ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ നോക്കുക, 4 ലൈനാണ് ഞാൻ പറഞ്ഞ 1, 2, 3, 4 ലൈനിനെ ഈ എന്ന് പറയുന്ന ലെറ്റർ കവർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ ഒരു മാഗസിനൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു കമാൻഡാണ് ഡ്രോപ്പ് ക്യാപ്പ്. അതുപോലെ മാഗസിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുന്ന കമാൻഡുകളാണ് കോളംസ് തിരിക്കുന്നത്, അതിൻ്റെ അലൈൻമെൻറ്റുകൾ, ഇത് എല്ലാം. നോർമൽ കേസിൽ നമ്മളൊരു മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റർ ടൈപ്പ് ചെയ്യുന്നു, അതിൻ്റെ ലൈൻ സ്പേസ് കൂട്ടി കൊടുക്കുന്നു, പാരഗ്രാഫ് അലൈൻമെൻറ്റ് ചെയ്യുന്നു, പാരഗ്രാഫ് സ്പേസ് കൂട്ടി കൊടുക്കുന്നു, ജസ്റ്റ് ഫോണ്ട് മാറ്റുന്നു ഒക്കെ ചെയ്താൽ മതിയാവും. പിന്നെ നമ്മളൊരു ബുക്കുകളൊക്കെ ചെയ്താൽ മാഗസിനുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കോളംസിൻ്റെ അലൈൻമെൻറ്റുകൾ, ഇതുപോലെ ഡ്രോപ്പ് ക്യാപ്പ്, ഇങ്ങനെയുള്ള പല കമാൻഡുകൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുവിധം നമുക്ക് മാക്സിമം ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒന്നാണ് ചേഞ്ച് കേസ് എന്ന് പറഞ്ഞത്. നമുക്ക് വേർഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ചേഞ്ച് കേസ് എന്ന കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇത്രയും ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ അതിനൊരു സെലക്ഷൻ പറഞ്ഞു കൊടുക്കണം. സെലക്ട് ചെയ്യുന്ന അത്രയും പോർഷനിലായിരിക്കും ആ കമാൻഡ് വർക്കാകുക. അതിനുശേഷം യൂട്ടിലിറ്റീസ് പ്ലഗിൻസ് ചേഞ്ച് കേസ് എടുത്തു. ഇതിപ്പോൾ ലോവർ കേസാണ് സെലക്ട് ആയി നിൽക്കുന്നത്. ഇനി അപ്പർ കേസാണ് കൊടുക്കുന്നതെങ്കിൽ ഫുള്ള് അപ്പർ കേസിലേക്ക് പോകും. അപ്പർ കേസ് സെലക്ട് ചെയ്തു. അപ്പർ കേസ് എന്നുകൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് പോകും. ഓക്കെ കൊടുത്താൽ സെലക്ട് ചെയ്ത അത്രയും മാറ്റർ ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ വീണ്ടും ഞാൻ യൂട്ടിലിറ്റീസ് പ്ലഗിൻസ് എടുത്തു. ചേഞ്ച് കേസിനകത്തെ ടൈറ്റിൽ കേസാണെങ്കിൽ ടൈറ്റിലിൻ്റെ ഫസ്റ്റ് ലെറ്ററുകൾ മാത്രം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറി. ഇപ്പോൾ തിങ്സ്, ഫോർ, പ്രിന്റ്, ഫ്രം, ഫ്ലൈ, ആൻഡ്, അങ്ങനെ ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്ററുകൾ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീടുള്ളത് സെൻറ്റൻസ് കേസാണ്. സെൻറ്റൻസ് കേസ് എന്ന് പറയുമ്പോൾ ഓരോ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ലോക്കായി മാറും. അപ്പോൾ ഇറ്റിൻ്റെ
ഒരു സെന്റൻസ് തുടങ്ങുന്ന ഈ ഐയിൽ തുടങ്ങി ഐ ക്യാപിറ്റൽ തുടങ്ങി ടു വരെ ഒരു സെന്റൻസ് ആയിരുന്നു. പിന്നെ ലൈക്കിലാണ് തുടങ്ങുന്നത് കൊണ്ട് എല് ക്യാപ്സ് ലോക്ക് ആയി. പിന്നെ ഇറ്റ് ഐ ക്യാപ്സ് ലോക്ക് ആയി. അത് സെന്റൻസ് കേസ്. അടുത്തത് നമുക്കുള്ളത് ടോഗിൾ കേസാണ്. ഈ ടോഗിൾ കേസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ലെറ്റർ ഇവിടെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ടോഗിൾ കേസ് എന്താണെന്നുള്ളത്. ഏതൊക്കെ ലെറ്റർ ഇപ്പോൾ ക്യാപ്സ് ലോക്ക് ആയിട്ട് നിൽക്കുന്നോ അതൊക്കെ സ്മോൾ ലെറ്ററിലായിട്ടും ഏതൊക്കെ സ്മോൾ ലെറ്റർ ആയിട്ട് കിടക്കുന്നോ അതെല്ലാം ക്യാപ്സ് ലോക്ക് ആയിട്ടും മാറും. നമ്മളിത് ടോഗിൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടെ ഐ ക്യാപ്സ് ലോക്ക് ആയിരുന്നു, ഐ സ്മോൾ ആയി. ബാക്കി എല്ലാം സ്മോൾ ലെറ്റർ ആയിരുന്നു, അതെല്ലാം ക്യാപ്സ് ലോക്ക് ആയി. പിന്നെ ഈ ഒരു ഐ ക്യാപ്സ് ലോക്ക് ആയിരുന്നു, വീണ്ടും അതുകൊണ്ട് അത് സ്മോൾ ലെറ്ററിലേക്ക് മാറി. അതുപോലെ ഇത് ക്യാപ്സ് ലോക്ക് ആയിരുന്നു, ഈ ഒരു ഐ അത് സ്മോളിലേക്ക് മാറി. ബാക്കി സ്മോൾ ലെറ്റർ ആയിട്ട് കിടന്നിരുന്നത് കംപ്ലീറ്റ് ക്യാപ്സ് ലോക്കിലേക്ക് മാറി. അപ്പോൾ ഇതുപോലെ കുറേ കമാൻഡുകൾ ഞാൻ ഇത് എല്ലാ കമാൻഡുകളും ചിലതൊക്കെ ഞാൻ വിട്ട് ഇരിക്കുന്നത് നമുക്ക് അത്രയ്ക്ക് അങ്ങ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ പോകെ പോകെ നിങ്ങളിത് വർക്ക് ചെയ്യുന്നവർക്ക് സ്വയം ഇത് വർക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ബാക്കിയുള്ള കമാൻഡുകളൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചില കമാൻഡുകൾ ഞാൻ ഇതിനകത്ത് വിട്ട് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒരു വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് ആവശ്യമുള്ള മാക്സിമം കമാൻഡുകൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ഒരു കമാൻഡ് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് ആണ്. ഇത് നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കമാൻഡാണ്. നിങ്ങൾക്ക് വേർഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കമാൻഡാണ് ബുള്ളറ്റിംഗ് ആൻഡ് നമ്പറിംഗ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും 3 പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റീസ്, പ്ലഗിൻസ്, ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എടുത്തു. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബുള്ളറ്റ് സെലക്ട് ചെയ്യാം. ഇനി അതൊന്നും വേണ്ട എങ്കിൽ, അപ്പോൾ ഇതാണ് മതിയെങ്കിൽ ഓക്കെ കൊടുക്കുക. ഇത് വേണ്ട എങ്കിൽ നമ്മളിവിടെ എഡിറ്റ് കൊടുക്കുക. ദെൻ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഈ ഫോണ്ടുകൾ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ലെറ്ററുകളാണ് വരുന്നത്. പേജ് മേക്കറിൽ മാക്സിമം 1 സിമ്പിളുണ്ട്. സിമ്പിളിനകത്ത് കുറച്ച് ബുള്ളറ്റിംഗ് ആൻഡ് നമ്പറിംഗ് ഉണ്ട്. പിന്നെ അല്ലാതെ ഉള്ളത് വെബ്ഡിംഗ് എന്ന് പറയുന്ന ഉണ്ട്. പിന്നെ ഈ കാണുന്ന കുറച്ച് ഫോണ്ടുകളൊക്കെ നമുക്ക് ബുള്ളറ്റിംഗ് ആൻഡ് നമ്പറിംഗ് കിട്ടുന്ന ഫോണ്ടുകളാണ്. അതുപോലെ ഈ രണ്ടിനകത്താണ് മാക്സിമം ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബുള്ളറ്റിംഗ് ആൻഡ് നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വലിപ്പം, അതിൻ്റെ സൈസ് എത്ര വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. 12 മതിയെങ്കിൽ 12, കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇവിടുത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം, കുറച്ച് കൊടുക്കാം. ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്കിടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം. ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നോക്കാം, ഞാൻ സെലക്ട് ചെയ്ത് വെച്ച 3 പാരഗ്രാഫിനും ആ ബുള്ളറ്റിങ് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുള്ളറ്റിംഗ് ആൻഡ് നമ്പറിങ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്ററുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മളുടെ മൈൻഡിങ്ങിൽ, അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്ത് പഠിക്കണം. അല്ലാതെ ജസ്റ്റ് നമ്മൾ കമാൻഡ് മാത്രം ഓർത്തിരുന്നിട്ട് കാര്യമില്ല. കമാൻഡ് ഓർത്തിരിക്കണം. മാറ്റർ സെലക്ട് ചെയ്തിട്ട് ഏത് കമാൻഡാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക തന്നെ വേണം. അപ്പം ഇതിനകത്തുള്ള ഏറെക്കുറെ കമാൻഡുകളൊക്കെ ഞാൻ പറഞ്ഞു നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളതൊക്കെ ഉള്ള. ബാക്കിയൊക്കെ നിങ്ങളൊരു നല്ല ഒരു വർക്കറായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒരു തുടക്കക്കാർക്ക് ഒരു വർക്ക് ചെയ്ത് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിൻ്റെ മാക്സിമം കമാൻഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പാർട്ട് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതെടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു DTP ഓപ്പറേറ്റർ ആകാനായിട്ടുള്ള എല്ലാ കമാൻഡുകളും ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് നോക്കി ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉള്ളവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ വ്യൂവിനകത്ത് ഉള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടുള്ളതാണ്. ഡിസ്പ്ലേ മാസ്റ്റർ ഐറ്റംസ്, ഡിസ്പ്ലേ നോൺ പ്രിന്റിംഗ് ഐറ്റംസ്, സൂം ഔട്ട്, ആക്ച്വൽ സൈസ് എന്ന് പറയുന്നതാണ് ഇപ്പം ഞാനിത് വെച്ചിരിക്കുന്നത്. ഫിറ്റ് ഇൻ വിൻഡോ എന്ന് പറയുമ്പോൾ അതിനെ ചെറുതാകും, വിൻഡോ ഒന്ന് ചെറുതായി. അതായത് നമ്മൾ വേർഡിനകത്തൊക്കെ ആണെങ്കിൽ പ്രിന്റ് പ്രിവ്യൂ കാണുന്നത് പോലെ ഇതൊന്ന് ചെറുതായി. ആക്ച്വൽ സൈസിലേക്ക് മാറ്റിയാൽ ഇത് വരും. ഹൈഡ് റൂൾസ് കൊടുത്താൽ ഈ റൂൾസ് ഹൈഡ് ആകും. നമ്മളിങ്ങനെ എല്ലാം ഹൈഡ് ചെയ്യുക, ഷോ ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളതെല്ലാം. പിന്നെ വിൻഡോയ്ക്കകത്ത് മാക്സിമം അതുപോലെ ടൈറ്റിൽ അറേഞ്ച് അയക്കണം,
ഹൈഡ് ടൂൾസ്, ഇത് ടൂൾസുകളൊക്കെ ഹൈഡായി പോകും. ഇപ്പോൾ ഹൈഡ് കിടക്കുന്നതെല്ലാം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷോ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഷോ കളറൊക്കെ നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബോക്സ് എടുത്ത് നമുക്ക് അതിനകത്തൊരു കളർ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിലപ്പം പേജ് മേക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൂൾ ബോക്സും കൺട്രോൾ പാലേറ്റും ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടാകും. കളർ ബോക്സ് അങ്ങനെ മാക്സിമം ചിലപ്പോഴായിട്ട് ഓപ്പൺ ആകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വിൻഡോയിൽ നിന്ന് ഈ ഷോ കളേഴ്സ് കൊടുത്താൽ കളർ ബോക്സ് കിട്ടും. ആ കളർ ബോക്സിനകത്ത് കളറാണ് സെലക്ട് ആയി നിൽക്കുന്നത്. ചിലപ്പോഴാണ് സ്റ്റൈലായിരിക്കും, അത് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ കളറൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് താഴേക്കൊന്നും ഇല്ലേന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പം നിങ്ങൾക്ക് ഓപ്പണായി വരുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ എങ്കിൽ ഇവിടെ ഒരു മൈനസ് സിമ്പിൾ കിടപ്പുണ്ട്. ആ മൈനസ് സിമ്പിളിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് കളർ ഷോ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഒരു ലൈനുണ്ട്. ഇത് ലൈനിൻ്റെ കളറാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ബോക്സ് വരച്ചു എങ്കിൽ ആ ബോക്സിൻ്റെ ലൈനിൻ്റെ കളറായിരിക്കും ഇത്. ഈ ഒരു ബോക്സിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു ഇൻറ്റു മാർക്കാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കളർ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇൻറ്റു ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഹെൽപ്പ് ഉണ്ട്. എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ടോപ്പിക് അടിച്ചു കൊടുത്താൽ നമുക്ക് എന്താണ് അറിയേണ്ടത് നമുക്ക് അടിച്ചു കൊടുത്ത് വേണമെങ്കിൽ ഹെൽപ്പ് ടോപ്പിക് എടുത്ത് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ പേജ് മേക്കറിൽ ഏറെക്കുറെ കമാൻഡുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വീഡിയോ മുതൽ വർക്കുകൾ, ഈ പറയുന്ന കമാൻഡുകളൊക്കെ ഉപയോഗിച്ചുള്ള വർക്കുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഇനി ഞാനിടുന്ന വീഡിയോയും കൂടി ഒന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും കമാൻഡുകൾ ഉപയോഗിച്ച് എങ്ങനെ വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു നോട്ടീസ് വർക്ക് ചെയ്യണം, അതിന് ചുറ്റിൽ ഒരു ബോർഡർ വേണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണം എന്നറിയാം. പക്ഷെ എങ്ങനെയാണ് അതൊന്ന് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ഐഡിയ നമുക്കില്ലാതെ വരും. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ആ വർക്ക് ചെയ്ത് അടുത്തൊരു വീഡിയോയിൽ മുതൽ ഞാൻ ആ വർക്ക് ചെയ്തായിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു DTP ഓപ്പറേറ്റർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ DTP ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വളരെയധികം പ്രയോജനപ്പെടുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.